റീസെന്റ് ദുബായിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ പല ആൾക്കാരുമായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചതാണ് കൂടുതൽ ആൾക്കാർ ഏൺ ചെയ്യുന്നത് എനിവേ ഫ്രം 3,000 dirhams to 10,000-15,000 dirhams വരെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു എമൗണ്ടിന് സാറ്റിസ്ഫൈഡ് ആവരുത്. നിങ്ങൾ കൂടുതൽ ഏൺ ചെയ്യാൻ നോക്കണം. എനിക്കറിയാം കറന്റ് നിങ്ങൾ ഈ ഒരു എമൗണ്ട് കിട്ടുന്നത് മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ വർക്ക് ചെയ്തിട്ടാണ്. എന്നാലും ജസ്റ്റ് തിങ്ക് എന്ത് ചെയ്താലാണ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നത്, എന്ത് സ്കില്ലാണ് കറന്റ് നിങ്ങളുടെ അടുത്തുള്ളത്, എന്താണ് നിങ്ങൾക്ക് സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് മറ്റൊരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്, ഹൗ കെൻ യു ചാർജ് മോർ. അല്ലെങ്കിൽ നിങ്ങളൊരു അവർലി പേ ആയിട്ട് വാങ്ങിക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു ഫിക്സ്ഡ് എമൗണ്ട് സർവീസ് ഫീ ആയിട്ട് ചാർജ് ചെയ്യുക. അതേ കണക്ക് എത്ര ക്ലയൻസിനെ എല്ലാ മാസവും എടുക്കാൻ പറ്റും. ഇതിനൊരു ടാർഗറ്റ് വെക്കുക, ഒരു പ്ലാൻ വെക്കുക, ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യുക. ഫൈ ടു മേക്ക് 30,000 dirhams അറ്റ്ലീസ്റ്റ് എവറി മന്ത്. എനിക്കറിയാം ഇറ്റ്സ് എ ബിഗ് എമൗണ്ട്. ഒരു നാട്ടിലൊരു 6.5-7 ലക്ഷമാണ് 30,000 dirhams എന്ന് പറയുന്നത് മന്ത്ലി. ഇതെല്ലാം അച്ചീവബിൾ ആണ്. നമ്മൾ എല്ലാ മാസവും നമുക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അതേ കണക്ക് നമ്മൾ ആരുടെ പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്, അതേ കണക്ക് നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം എത്രമാത്രം വലിയൊരു പ്രോബ്ലമാണ്, അതിന് എത്ര ചാർജ് ചെയ്യാൻ പറ്റും, അതേ കണക്ക് എത്ര ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും എല്ലാ മാസവും. ഇതെല്ലാം നോക്കുക, എഴുതിയിടുക, പ്ലാൻ ചെയ്യുക, അത്രയും ക്ലയൻസിനെ എത്തിക്കുക, അത്രയും ക്ലയൻസിനെ ക്ലോസ് ചെയ്യുക ആൻഡ് ട്രൈ ടു മേക്ക് അറ്റ്ലീസ്റ്റ് 30,000 dirhams every month.